അങ്ങനെ ബീഹാറിലെ ഇലക്ഷൻ ഫലം വരുമ്പോൾ അവിശ്വസനീയമെന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ വൻ വിജയത്തിലേക്ക് NDA സഖ്യം പോയിരിക്കുന്നു. 200-ലേറെ സീറ്റുകളിൽ. അതും അമ്പേ പരാജയപ്പെട്ടു ഇന്ത്യ മഹാസഖ്യം എന്ന് പറയേണ്ടി വരും. ശരിക്കും എന്താണ് ബീഹാറിൽ സംഭവിച്ചത്? അതായത് ബീഹാറിൽ ഈ 5ാമത്തെ തവണയാണ് NDAയുടെ നേതൃത്വത്തിലുള്ള നിതീഷ് കുമാറിൻ്റെ മന്ത്രിസഭ വരുന്നത്. അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം തുടർച്ചയായി അവിടെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായ കാലം പോലെ നമ്മൾ നേരത്തെയൊക്കെ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ തെരഞ്ഞെടുപ്പുകൾ ജയിക്കണമെങ്കിൽ സ്ത്രീകളുടെ വോട്ട് നിർണായകമാണ്. സ്ത്രീകളെ എങ്ങനെ കൂടെ കൂട്ടാം. അപ്പോൾ സ്ത്രീകൾ വലിയ തോതിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിന് ഒരു കാരണം, അദ്ദേഹം 10,000 രൂപ വെച്ച് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 1.25 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലാണ് ഈ 10,000 രൂപ വന്നത്. 10,000 രൂപ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ തുകയാണ്. പറഞ്ഞ പോലെ ഹൗസ് വൈഫായിട്ടൊക്കെ നിൽക്കുന്ന സ്ത്രീകൾക്കിടയിൽ, മറ്റ് ജോലികളോ മറ്റ് വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത സ്ത്രീകൾക്കിടയിൽ അതൊരു വലിയ തുകയും വലിയൊരു ജീവന മാർഗമാണ്. മാത്രമല്ല, ഈ ബീഹാർ പോലൊരു സംസ്ഥാനം അല്ലെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഗ്രാമീണ മേഖലകളിൽ അവരെ സംബന്ധിച്ച് 10,000 ഒരു കാലഘട്ടത്തിൽ 500 രൂപ എന്ന് പറയുന്ന പോലെ അവരെ സംബന്ധിച്ച് വലിയ തുകയായിരുന്നു. നമുക്കിവിടെ നമ്മുടെ തൊഴിലിടങ്ങളിൽ ശമ്പളം കൂടുതലാണെങ്കിലും അവിടെ അത്രയൊന്നുമില്ല തൊഴിൽ മേഖലയിൽ. അതുകൊണ്ടാണ് അവിടെ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ താരതമ്യേനയെന്നല്ല, നല്ല ശമ്പളമാണ് ഇവിടെ കിട്ടുന്നത് എന്നുള്ളതുകൊണ്ടാണ് ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി റോസ്ഗാർ യോജന, അതാണ് ആ പദ്ധതിയുടെ പേര്. പിന്നെ തുടക്കം മുതൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഭരണ രീതി എന്ന് പറയുന്നത് സ്ത്രീകളോട് ചേർന്നുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭരണരീതിയാണ് അദ്ദേഹം ബീഹാറിൽ നടത്തിക്കൊണ്ടിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ തന്നെ വിധവാ പെൻഷൻ കൂട്ടിയത്. അപ്പോൾ ഇത് രണ്ടും സ്ത്രീകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, വിധവാ പെൻഷൻ കൂട്ടുന്നത്. മറ്റൊന്ന്, ഇവർ കോൺഗ്രസ് ഇപ്പുറത്ത് നിന്നിട്ട് വോട്ട് ചോരി, അതായിരുന്നു പ്രധാനപ്പെട്ട പ്രചാരണം. ആ വോട്ട് ചോരിയിൽ ഒരു കുഴപ്പമുള്ളത്, വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അത്രയും ആളുകളെ ഒഴിവാക്കി വോട്ടുള്ള ആളുകൾക്ക് വോട്ടില്ല എന്നുള്ളതാണല്ലോ. ഈ വോട്ടില്ലാത്ത ആളുകൾക്ക് ഒന്ന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വോട്ട് ചെയ്യേണ്ടത് വോട്ടർ പട്ടികയിൽ വോട്ടുള്ള ആളുകൾക്കല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ മഹാസഖ്യത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ എന്താണ് നമ്മുടെ പരിപാടി, അത് പറയാൻ പറ്റിയില്ല. അത് അവസാന ഘട്ടത്തിലാണ് തേജസ്വി യാദവിന് മനസ്സിലായത് പണിയാകും എന്ന് മനസ്സിലായപ്പോൾ തേജസ്വി യാദവ് ഒറ്റയ്ക്ക് പ്രചാരണത്തിനിറങ്ങി. അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി, കോൺഗ്രസ് അവരുടെ വഴിക്കും പോയി. അദ്ദേഹം ഈ യുവാക്കൾക്ക് ഈ ഇലക്ഷനിൽ മറ്റ് പ്രധാനപ്പെട്ട സ്ത്രീകൾ എന്ന് പറയുന്ന പോലെ തന്നെ നിർണായകമായ ഘടകമാണ് യുവാക്കളുടെ വോട്ട്. അപ്പോൾ ഈ തേജസ്വി യാദവ് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രചാരണം ആ രീതിയിലേക്ക് പോയി. ഇവരാണെങ്കിൽ വൈദ്യുതി, വെള്ളം, വികസനം, നിലവിലുള്ള ഗവൺമെൻറ് വൈദ്യുതി, വെള്ളം, വികസനം. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഈ അതിദരിദ്രരുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ പൊതുവെ ഇപ്പോൾ റോഡായാലും ശൗചാലയങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ആ രീതിയിലുള്ള ഒരു സ്റ്റേറ്റാണ്. സ്ഥലങ്ങൾ അത്തരത്തിലാണ്. ഇപ്പോഴും ഒരുപാട് കുഗ്രാമങ്ങൾ എന്ന് പറയുന്ന തരത്തിലുള്ള നിരക്ഷരായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റാണ് ബീഹാർ. അപ്പോൾ അവിടേക്ക് 15 വർഷമാണ് ലാലു പ്രസാദ്, 90കൾ തൊട്ട് ഇങ്ങോട്ട് ലാലു പ്രസാദ് യാദവിൻ്റെ ഭാര്യ റാബ്രി ദേവി. ലാലു പ്രസാദ് യാദവ് അവിടേക്ക് ജയിലിൽ പോയപ്പോൾ ഭാര്യ റാബ്രി ദേവിയാണ്. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അങ്ങനെ അവരെ മുഖ്യമന്ത്രിയാക്കി. അദ്ദേഹം ജയിലിലും പോയി. അങ്ങനെ ഭരിച്ചു. ആ ഭരിച്ചതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഈ ഗുണ്ടാവിളയാട്ടം, അതിഭീകരമായ ഗുണ്ടാവിളയാട്ടമായിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇവരത് ഉയർത്തി കാണിച്ചു, NDA, അന്നത്തെ ജംഗൽ രാജ്. അപ്പോൾ ആ സമയത്തെ ഭരണം ഇങ്ങനെയായിരുന്നു എന്ന് ജനത്തിനിടയിലേക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മഹാസഖ്യത്തെ സംബന്ധിച്ച് അവർക്ക് ജനങ്ങളോട് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല.
ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങളെ എന്തിനു ജയിപ്പിക്കണം? പ്രധാനമായിട്ടും എല്ലാ ഇലക്ഷനിൽ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ എതിർ പാർട്ടിക്കാരെ കരിവാരിത്തേൽക്കാനായിട്ട് ശ്രമിച്ചാലും അല്ലെങ്കിൽ മുൻപുള്ള കേസുകൾ ഇതേപോലെയൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാലും മറ്റൊരു കാര്യം ചേട്ടൻ പറഞ്ഞ പോലെ അവിടെയുണ്ട്. നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നടപ്പാക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ എന്തൊക്കെ നടപ്പാക്കി, ഇനി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ജനങ്ങൾക്കിടയിലേക്ക് അഡ്രസ് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിച്ചില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം അത് കേൾക്കുമ്പോൾ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലും ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് തൊട്ടടുത്ത ഇലക്ഷൻ വരികയാണ്. ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് തൊട്ടടുത്ത ഇലക്ഷൻ വന്നപ്പോൾ, അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരുടെ പ്രചാരണ ആയുധം LDFൻ്റെ പ്രചാരണങ്ങളിൽ ഒന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു പത്രിക ഇറക്കും. അപ്പോൾ ആ പത്രിക എന്ന് പറയുന്നത് പണ്ടൊക്കെ വെറുതെ ഒരു സംഭവം, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വൈദ്യുതി കൊടുക്കും, വെള്ളം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടത്തും. പ്രകടന പത്രിക. ഈ LDF പറഞ്ഞു ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും നടപ്പിലാക്കി, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രകടന പത്രിക അവരുടെ എനിക്കൊന്നൊരു ടാഗ് ലൈൻ തന്നെ ആ രീതിയിലുള്ള ഒരു ടാഗ് ലൈനും കൂടെ ഉണ്ടായിരുന്നു. പ്രകടന പത്രിക എന്ന് പറയുന്നത് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ളതാണ്, ആ രീതിയിലേക്ക്. അപ്പോൾ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് എന്ന് ജനത്തിന്. അതുപോലെ തന്നെയാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ഭരണം പിടിക്കുന്നതും സൗജന്യ വെള്ളം, സൗജന്യ വൈദ്യുതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്, ബസ്സുകളടക്കം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഇതൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ പറ്റണം. അത് മാത്രമല്ല, ഇവർ ഈ കോൺഗ്രസും മഹാസഖ്യത്തിൽ ഉൾപ്പെടുന്ന കോൺഗ്രസും RJDയും തമ്മിൽ 6 മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ചോദിച്ചത് 70 സീറ്റാണ്, അവർ കൊടുത്തത് 54 സീറ്റാണ്. കോൺഗ്രസിന് പഴയ ശക്തി ബീഹാറിലില്ല. ഇല്ലാത്ത കരുത്ത് കാട്ടിയിട്ട് ജയസാധ്യതയുള്ള ഇടങ്ങളിൽ പോലും ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറയും, പ്രവർത്തിക്കാൻ അവിടെ ആളില്ലാതെ വരികയും ചെയ്യും. നിങ്ങളൊരു സീറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി, അവിടെ ചോര എഴുതാനും കൊടി പിടിക്കാനും വീട് കയറി ഇറങ്ങാനും ആൾ വേണ്ടേ? അതാര് വരും? അപ്പം അതിനാളില്ല. ആ ആളില്ലാത്തിടത്തോട്ട് ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവാണ്. 6 സീറ്റിലാണ് ഇപ്പോൾ ഒതുങ്ങി. 6 അവർക്ക് ജയിക്കാൻ പറ്റിയത്. അതുപോലെ ഇവരുടെ ശക്തി കേന്ദ്രമായിരുന്നു ഈ സീമാഞ്ചൽ മേഖല, അതായത് യാദവ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണത്. അപ്പം അവിടെ ഇത്തവണ ഈ NDA മുന്നേറി എന്ന് മാത്രമല്ല, അവിടെ ഈ ഉവൈസിയുടെ പാർട്ടിയുണ്ട്. അദ്ദേഹം ഏത് തെരഞ്ഞെടുപ്പിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ആളാണ്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഈ വോട്ട് ഭിന്നിക്കും. അപ്പം സ്വാഭാവികമായിട്ടും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് ഒരേ ഇടത്തേക്കാണല്ലോ പോകേണ്ടത്. അത് ഒരു BJP വിരുദ്ധ വോട്ടാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഈ ഉവൈസിയുടെ പാർട്ടി 5 സീറ്റ് നേടി, NDA 16 സീറ്റ് നേടി. അതായത് മുസ്ലിം യാദവ മുസ്ലിം വോട്ട് ബാങ്കാണ് RJD എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് യാദവരുടെ വോട്ട് അതെല്ലാം തകർത്ത് കളഞ്ഞു. സത്യത്തിൽ ഇന്ത്യയിൽ നമ്മൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ജാതി സമവാക്യങ്ങളുടെ കൂടി ഒരു പൊളിച്ചെടുത്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം, അല്ലേ? അങ്ങനെ നമുക്ക് പറയാം. പിന്നെ എല്ലാ കാലത്തും പറയുന്നത് പോലെ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, വോട്ടർ പട്ടികയിൽ പ്രശ്നങ്ങളുണ്ട്. തോൽപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനാണ്. അങ്ങനെ എത്ര കാലം നമുക്കിങ്ങനെ പറയാൻ പറ്റും? രാഹുൽ ഗാന്ധി ഈ റിസൾട്ട് വന്നപ്പോഴും പറഞ്ഞത് ഈ റിസൾട്ടിനെ അത്ഭുതപ്പെടുത്തി. തുടക്കം മുതലേ ഈ തെരഞ്ഞെടുപ്പ് നടപടി പ്രക്രിയ ശരിയായ രീതിയിലല്ല, നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം ഉന്നം വെച്ചിട്ടാണ് ഇപ്പോഴും പരാജയപ്പെട്ടിട്ടും അദ്ദേഹം ന്യായീകരണം നടത്തുന്നത്. അല്ല, അതൊരു അങ്ങനെ അതിനകത്ത് തന്നെ പറഞ്ഞു നിൽക്കുക. എത്രയോ വർഷമായി ഇത്തരം ഒരു കാര്യത്തിൽ പറഞ്ഞു നിൽക്കുകയാണ്. അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ, നമ്മുടെ എന്നല്ല, അടിസ്ഥാനപരമായി എൻ്റെ പാർട്ടിയുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ഈ വോട്ട് ചോരി, അതാണ് ഞാൻ പറഞ്ഞത്. അത് വോട്ടവകാശ യാത്ര നടത്തി അദ്ദേഹം ബീഹാറിൽ. വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു, വലിയ ഉത്സവ ആഘോഷം പോലെ ഇങ്ങനെ ആ യാത്ര കടന്നുപോയി. പക്ഷെ അത് വോട്ടായി മാറിയില്ല. മറ്റൊന്ന്, അവിടെ ഈ സാധാരണ ജനങ്ങളാണ്, അവരെ സംബന്ധിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലാണ് അവർക്ക് താല്പര്യം. നിങ്ങൾക്ക് വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ല അവരെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല റോഡുണ്ടോ, അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ, ഞങ്ങൾക്ക് നല്ല വീടുണ്ടോ, കുടിവെള്ളമുണ്ടോ, വൈദ്യുതി കിട്ടുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പറഞ്ഞതുപോലെ
അത് 10,000 വന്നപ്പോഴേ തീർന്നു. ഒരാളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വരുവാണ്. ശരിക്കും ചേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ എച്ച് ഫയൽസ് അടക്കം വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് ബ്രസീലിയൻ മോഡലിനെ അടക്കം ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചു. വലിയ ദേശീയ ശ്രദ്ധ നേടുന്ന വാർത്തകളായിട്ട് മാറി. പക്ഷെ അത്തരം വാർത്തകളും ഇന്ത്യൻ പൊളിറ്റിക്സും ഒന്നും ഒരു പരിധിക്കപ്പുറം വോട്ടായി മാറില്ല എന്ന് തെളിയിച്ചൊരു ഇലക്ഷൻ കൂടിയായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് എന്ത് കൊടുത്തു എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി അവർ നോക്കുന്നത് എന്നുള്ള കാര്യം കൂടി കർഷകരെ അടക്കം ചേർത്ത് പിടിച്ചുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചരണവും അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഒരു ടാക്ടിക്സുമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. മക്കാന പോലെ, അതായത് മറ്റേ താമര വിത്തുകളടക്കം വലിയ രീതിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അടക്കം കോടിക്കണക്കിന് രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും സാധാരണ മനുഷ്യരെ, എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെ എങ്ങനെ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള തന്ത്രം കൃത്യമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പുറത്തെ ഇവിടെ അപ്പോഴും അവിടെ അടിയാണ്, അവിടെ സൗഹൃദ മത്സരം നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ആളില്ല. തേജസ്വി യാദവ് ആണുള്ളത്. തേജസ്വി യാദവിന് 36 വയസ്സുള്ള തേജസ്വി യാദവ് ചെറുപ്പക്കാരനാണ്, നല്ല നേതാവാണ്. പക്ഷെ ഈ പിന്തുണ കൊടുക്കാൻ അവിടെ വേറെ ആരും ഇല്ല. ഒരുപക്ഷെ തേജസ്വി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമൊക്കെ കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയത് കൊണ്ട് പറ്റിയതെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത മസിൽ വരിപ്പിച്ച് ബലം കാണിച്ച് സീറ്റുകൾ വാങ്ങിച്ചെടുത്തു. അവിടെ എല്ലാം പരാജയപ്പെട്ടു പോയി. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ അധികാരത്തിൽ വരാനുള്ള സാധ്യത മങ്ങി. ഒരുപക്ഷെ ആ ഇടങ്ങളിലും RJD ആ സമയത്ത് മത്സരിച്ചിരുന്നെങ്കിൽ അവർക്ക് ഭരണത്തിലേറാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എക്സിറ്റ് പോളുകളുമൊക്കെ അങ്ങനെ തന്നെ പ്രവചിച്ചിരുന്നു. ഇത്തവണത്തെ എക്സിറ്റ് പോളുകളെയും കടത്തി വെട്ടുന്ന വിജയമാണ് അവിടെ NDAക്ക് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ നിതീഷ് കുമാറിന്, അദ്ദേഹം എത്രയോ വർഷമായി അവിടെ ഇരിക്കുന്നു, 20 വർഷമാകാൻ പോകുന്നു, മുഖ്യമന്ത്രിയായി ഇരിക്കുന്നു. അദ്ദേഹം ആദ്യം MLA ആയി മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ട ആളാണ്. 77 മത്സരിക്കുന്നു, 77 തോറ്റു ജനതാ പാർട്ടി. പിന്നീട് ഈ മറ്റൊരു കാര്യം, ഈ ബീഹാർ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റുകൾക്കെന്നും വളക്കൂറൽ. ഇപ്പോൾ ഇന്ത്യയിൽ സോഷ്യലിസ്റ്റുകളൊന്നുമില്ല. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് സോഷ്യലിസ്റ്റുകളുള്ളത്. ആ സോഷ്യലിസ്റ്റിൻ്റെ അവശിഷ്ടങ്ങളായിട്ടുള്ള പാർട്ടികളുടെ പറ്റി ഇവിടെ തന്നെ ജനതാദൾ എസ്, ഈ JDU ഒക്കെ ഇതൊക്കെ പറയുന്നത് അത് നിതീഷിൻ്റെ പാർട്ടി. ഇവരെല്ലാം സോഷ്യലിസ്റ്റ് ധാരയിൽ നിന്ന് വന്നു. ഇപ്പോൾ ലാലു പ്രസാദ് യാദവ്, ഈ നിതീഷ് കുമാർ, അതിനു മുമ്പ് നിതീഷ് കുമാറിൻ്റെ നേതാവെന്ന് പറയുന്നത് ജോർജ് ഫെർണാണ്ടസ്, ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ വലിയ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. അപ്പോൾ ഈ വലിയ സോഷ്യലിസ്റ്റുകളുടെ ഒരു നാടാണ് യഥാർത്ഥത്തിൽ ബീഹാർ എന്ന് പറയുന്നത്. വലിയ പ്രക്ഷോഭങ്ങളുടെ ഒരു നാടാണ്. ആളുകൾക്ക് അത്രയധികം വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും എന്നും സമര ഭൂമികയായിരുന്ന ഒരു സ്റ്റേറ്റാണ് ബീഹാർ. ആ സോഷ്യലിസ്റ്റായിട്ട് വന്ന ആളാണ് നിതീഷ് കുമാർ. അദ്ദേഹം പിന്നീട് പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക്, അതായത് ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും മുഖ്യമന്ത്രിയാകുന്നത് നിതീഷായിരിക്കും. ആർക്ക് ഭൂരിപക്ഷം കിട്ടിയാലും മുഖ്യമന്ത്രിയാകുന്നത് നിതീഷായിരിക്കും എന്നുള്ള മാജിക്കാണ് അദ്ദേഹം 20 ചീത്തപ്പേര് കൂടി ശരിക്കും അദ്ദേഹത്തിലുണ്ട്. അതായത് ഏത് പാർട്ടിക്കാണോ അധികാരമുള്ളത്, ഏത് പാർട്ടിക്കാണോ കൂടുതൽ വളക്കൂറുള്ളത്, അവർക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണെന്നുള്ളൊരു പേര് കൂടിയുണ്ട് അദ്ദേഹത്തിന്. അത് പ്രായോഗിക രാഷ്ട്രീയമാണ്. അവരെ സംബന്ധിച്ച് ആശയമല്ലല്ലോ അധികാരം, പവർ പൊളിറ്റിക്സ്. അധികാരം ഉണ്ടായിരിക്കാം. അധികാരം ഉള്ളിടത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആൾക്കൂട്ടം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അധികാരമില്ലാത്ത ഒരു നേതാവിനെ എത്ര കാലം ആളുകൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കും? കേരളത്തിൽ തന്നെ ആയാലും അധികാരം ആർക്കുണ്ടോ അവർക്കൊപ്പമാണല്ലോ ബാക്കി സംവിധാനങ്ങളെല്ലാം നിൽക്കുന്നത്. അധികാരം ഒരു 2 തവണയൊക്കെ അധികാരത്തിൽ നിന്ന് പുറത്ത് നിൽക്കാം. തുടർച്ചയായി അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അവരോടൊപ്പം പിന്നെ ഉള്ള ആൾക്കൂട്ടം കുറഞ്ഞു വരും. പിന്നെ അധികാരമുള്ളിടത്തേക്ക് പോകും. പിന്നെ അധികാരമുള്ളിടത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ക്വാളിറ്റി ഒരു ഗുണം എന്ന് പറയുന്നത്, നിതീഷ് കുമാർ അഴിമതി നടത്തിയെന്ന് ആരും പറയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇദ്ദേഹം അഴിമതിക്കാരനാണ്. ഇത്രയും വർഷം ഭരണത്തിലിരുന്നു. അപ്പോൾ ഭരണത്തിലിരുന്ന ഒരു ഹുങ്കോ അല്ലെങ്കിൽ അഴിമതിയോ ആരോപണങ്ങളോ ഒന്നും അദ്ദേഹത്തിനെതിരെ ഇല്ല. പിന്നെ സ്ത്രീകളുടെ വലിയ നിർലോഭമായ പിന്തുണ എല്ലാ കാലത്തും അദ്ദേഹത്തിന് നിതീഷ് കുമാറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും, അപ്പോൾ ബീഹാറിലെന്നല്ല, മിക്കവാറും ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ പിന്തുണ, സ്ത്രീകൾ ആർക്കൊപ്പമാണ് എന്നുള്ളത് ഈ വിജയപരാജയം നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ സ്ത്രീകളുടെ മനസ്സ്, ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് എന്താ, ഈ അവിടെ ചെയ്തതിൻ്റെ ചെറിയൊരു പതിപ്പാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ 10,000 കൊടുത്തെങ്കിൽ ഇവിടെ 1000 കൊടുക്കാൻ പോവുകയാണ്. അല്ല, അത് നമ്മൾ പറയുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഭരണം പിടിക്കാനുള്ള സ്ത്രീകളുടെ മനസ്സ്, അപ്പോൾ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകത്തില്ല. നമ്മളീ ഭരണം മാറും അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പെൻഷൻ തുക 2000 കൂട്ടിയിരിക്കുന്നു. 1600 എന്നുള്ളത് 2000 ആയി. 2000 എന്ന് പറയുന്ന ഒരു നമ്പറാണ്.
1600 എന്ന് പറയുന്നത് 2000 എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമാണ്. ഈ പ്രത്യയ ശാസ്ത്രങ്ങളിൽ മാത്രം ഇങ്ങനെ വിശ്വസിച്ച് പോകാതെ നമുക്ക് വേണ്ടി നല്ലത് ചെയ്യും എന്ന് തോന്നുന്ന ആൾക്കാരെ വിജയിപ്പിക്കാം എന്ന് കരുതി വോട്ട് മാറ്റി മാറ്റി ചെയ്യുന്ന വലിയൊരു വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കില്ലേ? അപ്പം അത് തന്നെയാണ് ബീഹാറിൽ അവർ അത് മാത്രമല്ല, ഇവരിങ്ങനെ വോട്ട് ചോരിയിൽ മാത്രം കേന്ദ്രീകരിച്ച് പോയപ്പോൾ ഇവരിപ്പുറത്ത് വികസനം പറഞ്ഞു പോയി. അതാണ്. അപ്പം ആ വികസനം പറഞ്ഞ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് പറയാൻ പറ്റാതെ പോയി, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റാതെ പോയി. ഒരു വലിയ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വെറുതെ എന്ന് മത്സരിച്ച് ഞങ്ങൾ ജയിക്കും അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യങ്ങൾ പ്രസൻറ്റേഷൻ മാത്രം നടത്തി വോട്ട് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നാൽ അത് ഒരു ഗൗരവമുള്ള ഒരു വിഷയമാണെങ്കിൽ അത് ആ രീതിയിൽ അവതരിപ്പിക്കുകയും, പക്ഷേ അതോടൊപ്പം ആ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്, ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വിഷയങ്ങൾ എന്താണ്, ആളുകളുടെ മനസ്സ് മാറ്റാൻ പറ്റുന്ന വിഷയങ്ങൾ എന്താണ്, ഓരോ സംസ്ഥാനത്തും പ്രാദേശികമായി ഓരോരോ ഘടകങ്ങളുണ്ട്. പൊതുവേ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാംസ്കാരികമായി വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണല്ലോ. അപ്പോൾ ഓരോരുത്തരെയും സ്വാധീനിക്കുന്ന ഓരോ മേഖലയിലും സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. അതിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് അത് തിരിച്ചറിയാൻ പറ്റാതെ പോയി. അദ്ദേഹത്തിനോടൊപ്പമുള്ള ഉപദേശകന്മാർക്ക് ഒട്ടും തിരിച്ചറിയാൻ പോയത് ഇദ്ദേഹം ചെയ്യേണ്ട ഇദ്ദേഹത്തിനൊപ്പമുള്ള ഈ ഉപദേശകന്മാരെ മുഴുവൻ മാറ്റുക എന്നുള്ളതാണ് അടിയന്തരമായി ഇദ്ദേഹം ചെയ്യേണ്ടത്. പണ്ട് ഇപ്പോൾ ഇന്ദിരാഗാന്ധിക്കായാലും അല്ലെങ്കിൽ സോണിയാഗാന്ധി, പിന്നീട് വന്ന സോണിയാഗാന്ധിക്കുമൊക്കെ ഉപദേശക വൃന്ദം ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ കുറച്ചുകൂടെ ബോധവും വിവരവും കൃത്യമായി ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാവുന്ന ആളുകളും തലപ്പൊക്കമുള്ള ആളുകളുമായിരുന്നു. ഈ ഉപദേശിക്കാൻ വരുന്ന ആളിന് അതിനനുസരിച്ചുള്ള ഒരു ജനസമ്മതിയൊക്കെ ഉണ്ടാവണം, പരിചയസമ്പത്ത് ഉണ്ടാകണം. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഉപദേശിക്കുന്നത്. അതൊന്നും ഇല്ലാത്ത ആളുകൾ ഇദ്ദേഹത്തിനെ കൊണ്ട് കുഴപ്പത്തിൽ ചാടിക്കുമ്പോൾ ഇദ്ദേഹം വീണ്ടും ഇങ്ങനെ നമ്മുടെ പ്രശാന്ത് കിഷോറിന്റെ അടക്കം അവസ്ഥ. അതെ, പ്രശാന്ത് കിഷോർ നരേന്ദ്രമോദി പ്രധാന മുഖ്യമന്ത്രിയാക്കിയ, അതേപോലെ ആം ആദ്മി പാർട്ടിയെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന വിജയത്തിലേക്ക് എത്തിച്ച വലിയൊരു കിങ് മേക്കറാണ് അദ്ദേഹത്തിന് പോലും. പക്ഷേ പലർക്ക് വേണ്ടി അതിപ്പം നമ്മൾ ചില ആളുകളുടെ കാര്യം പറയുന്നതാണ് കാണാം. നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം മണ്ടത്തരമായിരിക്കും. പക്ഷെ മറ്റുള്ളവരാരെങ്കിലും നമ്മളെ വിളിച്ച് ഉപദേശം ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഉപദേശം പറഞ്ഞു കൊടുക്കും, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് പറ്റത്തില്ല. നമ്മൾ ആ സമയത്ത് മണ്ടത്തരങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് പ്രശാന്ത് കിഷോറിൻ്റെ കാര്യം. പച്ച തൊടാതെ പോയി. പക്ഷെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പം ജയപരാജയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. പൊളിറ്റിക്സിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ എത്ര തെരഞ്ഞെടുപ്പ് തോൽവികളായി അതിനകത്തൊക്കെ പാഠം പഠിച്ചു എന്ന് വെച്ചാൽ നമുക്ക് ഇനിയും അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം പക്ഷേ ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ്. അതായത് പെയിന്റിംഗ് പണിയൊക്കെ പൂർത്തിയായി, ഇനി കുറച്ച് ബോർഡർ വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഇന്ത്യയുടെ ഭൂപടം കാണിച്ചുകൊണ്ട് എവിടെയൊക്കെ NDAയും BJP അധികാരത്തിലിരിക്കുന്നു എന്ന് വരച്ചിട്ടിരിക്കുന്ന ഒരു ചിത്രം. അതായത് വലിയ മുന്നേറ്റത്തിലേക്ക് ഓരോ തെരഞ്ഞെടുപ്പ് വരുന്തോറും NDA സഖ്യം വലിയൊരു സംഖ്യ കണ്ടെത്തി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശക്തമായ പ്രതിപക്ഷവും വേണം. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണപക്ഷത്തോടൊപ്പം തന്നെ ശക്തമായ പ്രതിപക്ഷവും വേണം. പക്ഷെ അത് അവരും കൂടെ വിചാരിക്കണം. നമ്മൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിപക്ഷത്തിനും തോന്നണ്ടേ ശക്തമായ പ്രതിപക്ഷം വേണം. അതിനീ പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഈ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും എന്ന് പറയാൻ പറ്റാതെ പോയ ഒരു മുന്നണിയാണ് അവിടെ ഉള്ളത്. അതുതന്നെയാണ് അടിസ്ഥാനപരമായി അവരുടെ പരാജയത്തിന് അല്ലെങ്കിൽ ഇത്രയും തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഉള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതിനകത്ത് ചിരാഗ് പാസ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, രാംവിലാസ് പാസ്വാൻ്റെ മകൻ. രാംവിലാസ് പാസ്വാൻ ഒരു കാലത്തെന്നല്ല, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തോളം വലിയ നേതാവായിരുന്നു. ബീഹാറിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലോക്സഭയിലേക്ക് നേടി വിജയിച്ച അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് പിന്നീട് തിരുത്തപ്പെട്ടു. ഏറ്റവും കൂടുതൽ വലിയ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് വിജയിച്ച ആളാണ് രാംവിലാസ് പാസ്വാൻ. ആ രാംവിലാസ് പാസ്വാൻ്റെ മകനാണ് ചിരാഗ് പാസ്വാൻ. ഈ രാംവിലാസ് പാസ്വാനും വലിയ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. അപ്പോൾ ചിരാഗ് പാസ്വാൻ 22 സീറ്റ് വാങ്ങിച്ചെടുത്തു, 19 സീറ്റിൽ വിജയിച്ചു. അതായത് ഈ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവായിരുന്നു രാംവിലാസ് പാസ്വാൻ. അപ്പോൾ ദളിത് വിഭാഗത്തിൻ്റെ വലിയൊരു വോട്ട് ശതമാനം NDAയിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെ ഈ സാമുദായിക സമവാക്യങ്ങളുമൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് ആ തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടുണ്ട്. അപ്പം കോൺഗ്രസ് ഇനിയും അത് പഠിക്കണം, RJD പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇനി അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ്, എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നുള്ളത്, കോൺഗ്രസിനെ ഇനി ഒപ്പം കൂട്ടണോ വേണ്ടേ എന്നുള്ളതൊക്കെ അവർ എനിക്ക് തോന്നുന്നു പുനർചിന്തനം നടത്തും. എന്നാലും ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ നാളെ എന്താകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ചേട്ടൻ പറഞ്ഞ പോലെ ഓരോ പരാജയങ്ങൾ അനുഭവിക്കും തോറും വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ വോട്ട് ചോരിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാതെ ജനങ്ങളെ എങ്ങനെ ചേർത്ത് നിർത്തണം എന്നുള്ളത് ഇനി കോൺഗ്രസ് പഠിക്കേണ്ടിയിരിക്കുന്നു. ശരി.